ഇറാനിൽ അവയവ കച്ചവടത്തിന് ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലെന്ന് സൂചന. ഇയാൾ കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്നതായാണ് വിവരം. ഷമീർ അവയവ കച്ചവടത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിലുള്ള സംഘത്തിലെ പ്രധാനി മധുവിനെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ ഇയാളെ പോലീസിന്? പ്രവിത, ഇന്നലെയാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. ഷമീറിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷമീർ വലിയ അവശനാണ്. വൃക്ക ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അവശതയാണ് അതെന്ന് മനസ്സിലാക്കുന്നു. അയാൾക്ക് യാത്ര ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇയാളെ ഇങ്ങോട്ടേക്ക് എത്തുക ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചെടുക്കും. പക്ഷേ ഇയാൾ ഇതുവരെ ഒരു പരാതിയും രേഖപ്പെടുത്തിയിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു നിർണായകമായ നടപടി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ കൊച്ചി സ്വദേശിയായ മധുവാണ് ഈ കേസിൽ പ്രധാന സൂത്രധാരൻ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മധുവിനെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നത്. കേസിൽ പ്രധാനികളായ 4 പേരാണുള്ളത്. അതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി പിടികിട്ടാനുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.